ഹായ് നമസ്കാരം. മത്സര പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന്റെ ലേറ്റസ്റ്റായുള്ള തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ പാർട്ട് 4 വീഡിയോയാണിത്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഉത്തരം ഡൽഹിയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം. 2023 നവംബറിൽ ബംഗ്ലാദേശിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഉത്തരം മൈഥിലിയാണ്. 2023 നവംബറിൽ ബംഗ്ലാദേശിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. 2023 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഉത്തരം ഇന്ത്യയാണ്. 2023 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. കേരള സർക്കാർ സേവനങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി ഉത്തരം കെ-സ്മാർട്ടാണ്. കേരള സർക്കാർ സേവനങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായി നിയമിതനായത് ഉത്തരം സുധീർനാഥാണ്. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായി നിയമിതനായത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ഉത്തരം ഡോക്ടർ കെ എം ദിലീപാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത്. 2023 ICC ലോകകപ്പ് ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സച്ചിൻ തെണ്ടുൽക്കറാണ്. 2023 ICC ലോകകപ്പ് ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ജനുവരിയിൽ കേരളത്തിൽ നോറോ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഉത്തരം എറണാകുളമാണ്. 2023 ജനുവരിയിൽ കേരളത്തിൽ നോറോ വൈറസ് സ്ഥിരീകരിച്ച ജില്ല. അണ്ഡവും ബീജവും ഇല്ലാതെ മൂലകോശങ്ങളിൽ നിന്നും ഭ്രൂണം വികസിപ്പിച്ച രാജ്യം ഉത്തരം ഇസ്രായേലാണ്. അണ്ഡവും ബീജവും ഇല്ലാതെ മൂലകോശങ്ങളിൽ നിന്നും ഭ്രൂണം വികസിപ്പിച്ച രാജ്യം. ട്വിറ്ററിന് ബദലായി മെറ്റ അവതരിപ്പിച്ച പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉത്തരം ത്രെഡ്സ് ആണ്. ട്വിറ്ററിന് ബദലായി മെറ്റ അവതരിപ്പിച്ച പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത് ഉത്തരം തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത്. 2023 ജൂലൈയിൽ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഉത്തരം ജൂപ്പിറ്റർ 3 ആണ്. 2023 ജൂലൈയിൽ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതി ഉത്തരം ആർടെമിസ് 2 ആണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതി. 2023 സമാധാന നോബൽ പുരസ്കാരത്തിന് അർഹനായത് ഉത്തരം നർഗീസ് മുഹമ്മദിയാണ്. 2023 സമാധാന നോബൽ പുരസ്കാരത്തിന് അർഹനായത്.